ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ കർക്കിടക മാസമൊക്കെയാണ്. എല്ലാവരും ഭക്തിയുടെയും അതുപോലെ തന്നെ വ്രതശുദ്ധിയുടെയും നാളുകളായിട്ട് അമ്പലങ്ങളിലുള്ള പോക്കും, അതുപോലെ നമ്മളിപ്പോൾ നോൺ വെജൊന്നും കൂട്ടാതെയൊക്കെ ഇരിക്കില്ല. അപ്പോൾ 7 ദിവസം കഴിഞ്ഞാൽ കൂട്ടുന്നവരുണ്ട്, 7 മാസം മുഴുവനായിട്ടും കൂട്ടാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് ഞാനും പോയി കേട്ടോ, കർക്കിടക മാസമായിട്ട് അമ്പലത്തിലേക്ക് പോയി. ഇപ്പോൾ നല്ല ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്കും കർക്കിടക മാസമാകുമ്പോൾ ഓരോ വർഷം വരുമ്പോഴും ഞാൻ ചിന്തിക്കും ഞാൻ പോവും, അമ്പലത്തിലേക്ക് പോകുന്നു. നാലമ്പലമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണ അമ്പലങ്ങളിൽ. കാരണം എല്ലായ്പ്പോഴും അമ്പലങ്ങളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും കർക്കിടക മാസത്തിൽ നമുക്കൊരു പ്രത്യേകത ഉള്ളത് കൊണ്ട് പോകണം എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കും. മനസ്സുകൊണ്ട് ചിന്തിക്കുക മാത്രമല്ല, മനസ്സുകൊണ്ട് നമ്മൾ അവിടെ അമ്പലങ്ങളിലൊക്കെ എത്തിച്ചേരും. പക്ഷേ എനിക്ക് പോകാനായിട്ട് കഴിയാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, അങ്ങനെ പോകണം എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് പറ്റണില്ല. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ പോയി അങ്ങോട്ട് കേട്ടോ, വണ്ടി കൽപ്പിച്ച് പോയി. അപ്പോൾ ശരി, ഇതുവരെയായിട്ടും അമ്മ ഞാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ നമ്മൾ സാരിയൊക്കെ മാറ്റിയിട്ട് നൈറ്റി ആക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ അമ്മയ്ക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അമ്മയെ നേരത്തെയൊക്കെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ചെടുത്തതിന് ശേഷം സെറ്റുമുണ്ട കുടിപ്പിച്ചു കേട്ടോ. ബ്ലൗസൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റുമുണ്ട കുടിപ്പിച്ച് അമ്പലത്തേക്ക് കൊണ്ടുപോയി. എന്തായാലും വണ്ടിയിലല്ലേ, മഴ ഉണ്ട്, എന്നാലും വണ്ടിയാണ്. ഒരു കപ്പ് വെള്ളം തലയിൽ ഒഴിച്ചൊന്ന് വരുത്തിയിട്ടേ ഉള്ളൂ. കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തല കുളിപ്പിക്കണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അമ്പലത്തേക്കല്ലേന്ന് വെച്ചിട്ട്. അപ്പോൾ ആദ്യം നമ്മുടെ വിഘ്നേശ്വരനെ പോയിട്ട് കാണട്ടെ. അപ്പോൾ അങ്ങനെ ഗണപതി ഭഗവാനെ നമ്മൾ പോയിട്ട് കണ്ടു, അമ്പലത്തിലൊക്കെ പോയി തൊഴുതു, പ്രസാദമൊക്കെ വാങ്ങിച്ച് ഇവിടെ വീട്ടിലെത്തി. ഇനി നമുക്ക് ദൈവം സഹായിച്ചിട്ട് അമ്പലങ്ങളിലേക്ക് പോകാൻ പറ്റട്ടെ. മെല്ലെ മെല്ലെ പിടിച്ചിപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഞാൻ ഇപ്പം ഇന്ന് പോയി അമ്പലത്തിലേക്ക് പോകണം എന്നുള്ളത്. ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇങ്ങനെ കുന്നംകുളം കക്കാട് ഗണപതി ക്ഷേത്രത്തിലാണ് പോയത്. അപ്പോൾ ഒരു പ്രത്യേകത, എനിക്കങ്ങനെ മനസ്സുകൊണ്ട് എങ്ങനെയൊക്കെയോ കേട്ടിട്ട് അവിടെ പോകണം എന്നുള്ള ചിന്ത വന്നിട്ട് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഇന്നാണ് എനിക്കത് സാധ്യമായത്. അപ്പോൾ ഇന്ന് സാധ്യമായി. എന്തും വരട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ എവിടേക്കെങ്കിലും പോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷേ എനിക്ക് കെട്ടുപാടുകൾ, അല്ലെങ്കിൽ എൻ്റെ കാല്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്, നമുക്ക് കാല് കെട്ടിയ പോലെ എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് എവിടേക്കും പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് പോകാത്തത് കേട്ടോ. അല്ലാതെ മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരാളെ നമ്മുടെ അടുത്ത വീട്ടിൽ ആരെങ്കിലും കൂട്ടിയിട്ട് എനിക്ക് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പലങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരുപാട് പേര് സ്ത്രീകൾ മാത്രമായിട്ട് ടൂർ പ്രോഗ്രാം ഉണ്ട് അമ്പലങ്ങളിലേക്കൊക്കെ, അങ്ങനെ പോകണമെങ്കിൽ പോകാൻ പറ്റാത്തതല്ല. ദൈവം സഹായിച്ച് ഇന്നും എനിക്ക് സാധിക്കും. പക്ഷേ എനിക്ക് പോകാനായിട്ട് എന്നെ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് ചുറ്റി വരിഞ്ഞതിനാൽ, അല്ലെങ്കിൽ എനിക്ക് കാല് കെട്ടിയ ഒരു അനുഭവം പോലെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാത്തത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആരും നോക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമുക്ക് പോകാം അല്ലേ. അങ്ങനെ എല്ലാവരും എന്നോട് പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് എല്ലാവരും പറയുമ്പോൾ ഞാൻ ഒന്നും മിണ്ടാതിരിക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാത്തു നിന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള പോക്കും നടക്കില്ല, നമുക്ക് ഇരട്ടി പണിയാവും, എന്നാലും വേണ്ടില്ല. അപ്പോൾ അതുപോലെ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ഫ്രിഡ്ജും ഞാനും അമ്മയും കൂട്ടിയിട്ടാണ്. അപ്പോൾ ലുക്കും വന്നിട്ടുണ്ടായിരുന്നു, ലുക്കുവിനെയും കൂടെ കൊണ്ടുപോയി. ലുക്ക് അമ്പലം കണ്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയി തൊഴുതു, വഴിപാടൊക്കെ കഴിച്ച് പോന്നു. നല്ലൊരു അമ്പലമാണ്. അപ്പം നമുക്ക് ഉള്ളിലൊന്നും എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറമേയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല, ഇന്ന് ആയില്യം നാളായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആയില്യം പൂജ, അവിടെ നാഗത്താന്മാർക്ക് ഇന്ന് വഴിപാടുകളുണ്ട് കേട്ടോ. പക്ഷെ നാഗപ്രതിഷ്ഠകളും അങ്ങനെയൊക്കെ ഉണ്ട്. അത് ചെയ്യാൻ പറ്റില്ല, അവിടെ പൂജയ്ക്ക് കൊടുക്കുക. അപ്പോൾ ഇന്ന് പറ്റില്ല എന്ന് അവർ പറഞ്ഞു. ഇന്നലെ നമ്മൾ ബുക്ക് ചെയ്യണം അത്ര. സാരമില്ല, ഇനി ഒരിക്കലും ആദ്യമായിട്ട് പോയതല്ലേ, നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ എന്താണെന്നൊക്കെ. ഇനി ഒരിക്കൽ പോവാം, ദൈവം സഹായിച്ച് നമുക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ വഴിപാടുകൾ ചെയ്യാമല്ലോ. അപ്പോൾ ആ വിശേഷങ്ങളൊന്നും ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചെന്ന് മാത്രം. സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്കൊക്കെ പോയി അവിടെയൊക്കെ തൊഴുത് കുറച്ച് സമയമൊക്കെ ഇരുന്ന് വരുന്നതും, നമ്മൾ ധൃതി പിടിച്ച് എല്ലാം കൊണ്ടും ടെൻഷനാക്കി, അല്ലെങ്കിൽ എല്ലാവരുടെ കാര്യങ്ങൾ കഴിച്ച് വീട്ടിലത്തെ പണികൾ ഒരുവിധം ഒതുക്കി വെച്ച് പോയി നമ്മൾ എന്താ പറയുക, വെപ്രാളടിച്ച് പോയിട്ട് നമ്മൾ മനസ്സും എവിടെയും ഒന്നും അല്ലാത്ത രീതിയിലൊക്കെ ആയിട്ട് പോയിട്ട് കാര്യമില്ല. പോകുമ്പോൾ നമ്മൾ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് നമ്മൾ അമ്പലങ്ങളിൽ തൊഴുത് നിന്ന് കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് നമുക്ക് പോരാൻ പറ്റുന്ന രീതിയിൽ പോയിട്ട് തന്നെ കാര്യമുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഒരു ചിന്ത എനിക്കുണ്ടാവാറുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് എങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അങ്ങനെ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ പോയിട്ട് വന്നു. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് കിടക്കുന്ന ഭാഗത്ത് ഇടത് ഭാഗത്ത് വഴിപാട് കൗണ്ടറുകളാണ്. ഉള്ളിലും ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും എനിക്ക് പുറത്തുനിന്ന് വീഡിയോസ് എടുക്കാനും കഴിഞ്ഞില്ല. ഇത് അമ്പലത്തിൻ്റെ അകത്ത് ഒരു ക്ഷേത്രക്കുളമുണ്ട്, അപ്പോൾ അതൊന്ന് കാണിച്ചു എന്ന് മാത്രം. ഇത് നമുക്ക് അന്നദാന മണ്ഡപമാണ്. അന്നദാന മണ്ഡപത്തിലേക്ക് കിടക്കുന്ന ഭാഗത്ത് കെടാവിളക്ക് പോലെ ഇങ്ങനെ വിളക്ക് വെച്ചിട്ട് ഗണപതിയുടെ ഒരു ഇതുണ്ട് കേട്ടോ.
കയറി ചെല്ലുമ്പോൾ നേരെ കാണുന്ന പ്രതിഷ്ഠ ഗണപതിയാണ്. അതിൻ്റെ ചുറ്റി നമുക്ക് 2-3 ദേവി ദേവന്മാരെ നമുക്ക് പ്രദക്ഷിണം വെക്കാനുണ്ട്. അപ്പോൾ പിന്നെ ചെല്ലുന്നത് നമ്മൾ വേട്ടേക്കാരനാണ്. അവിടുന്ന് നമ്മൾ നാഗത്താന്മാരെ വെച്ച് അവിടേക്ക് ചെല്ലാം. അവിടെ തന്നെയാണ് ക്ഷേത്രക്കുളം കേട്ടോ. നാഗത്താന്മാർ ഇരിക്കുന്നതിൻ്റെ അവിടെയാണ് ക്ഷേത്രക്കുളം. അവിടുന്ന് നമ്മൾ ഉള്ളിലേക്ക് വീണ്ടും കടന്ന് വന്നു കഴിഞ്ഞാൽ ദുർഗ ഉണ്ട്, ഭദ്രകാളി ഉണ്ട്, പിന്നെ അതുപോലെ നവഗ്രഹങ്ങളുണ്ട് കേട്ടോ. ആ നവഗ്രഹങ്ങളുടെ ബാക്കിലാണ് നമുക്ക് മുകളിലേക്കുള്ള അന്നദാനത്തിനുള്ള ഭക്ഷണശാലയിലേക്കുള്ള കോണി. അപ്പോൾ അവിടുന്ന് നമുക്ക് പുറത്തേക്കും പോവാം. അതുപോലെ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് പ്രസാദമൊക്കെ ആക്കി കഴിഞ്ഞാൽ കൗണ്ടറൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ട്. പ്രസാദം എന്ന് വെച്ചാൽ ഗണപതി ഹോമം, ഒറ്റപ്പം വഴിപാടൊക്കെയാണ് അവിടെ പ്രധാനം കേട്ടോ. എല്ലാ വഴിപാടുകളും ഉണ്ട്. വിവാഹം ഉണ്ട് തോന്നുന്നു. മണ്ഡപം കണ്ടു ഞാൻ ഫ്രണ്ടിൽ തന്നെ കേട്ടോ. അപ്പോൾ അവിടെ ഇതുപോലൊരു കട ഉണ്ട്. എല്ലാ ദേവിദേവന്മാരുടെയും ഫോട്ടോ ഉണ്ട്. കുത്താമ്പുള്ളി മുണ്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഏകദേശം ഒരു ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ്. കാണാത്തവരുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഉപ്പുമാവും ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും അത് ഭക്ഷണമൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ തൊഴുത് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ വീഡിയോ കണ്ട് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.